മറന്നിട്ടുണ്ടാകില്ല വഞ്ചൂരിൽ റോഡ് തളഞ്ഞ് CPM നടത്തിയ സമ്മേളനം. അതിൽ കോടതിയൊക്കെ ഇടപെട്ടതും എല്ലാം നമ്മുടെ മുന്നിലുള്ള ഒരു വിഷയമാണ്. ഇന്നിപ്പോൾ ആ സമ്മേളനം, അതായത് റോഡ് തടഞ്ഞുകൊണ്ട് ജനങ്ങളുടെ സൗകര്യമായ സഞ്ചാരം തടഞ്ഞുകൊണ്ട് CPM നടത്തിയ സമ്മേളനത്തെ ന്യായീകരിക്കുകയാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവൻ. എല്ലാവരും കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ, നടന്നു പോയാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. കാറിൽ പോകാൻ അവകാശമുള്ളതുപോലെ ജാഥ നടത്താനും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ടെന്നും A. വിജയരാഘവൻ പറയുന്നു. കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ യോഗത്തിലായിരുന്നു വിജയരാഘവന്റെ ഈ പ്രതികരണം. ഈ വിഷയമാണ്, വിജയരാഘവന്റെ ഈ വാദമാണ് നമ്മൾ വരുന്ന അരമണിക്കൂറിൽ സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം അതിഥികൾ ചേരും. ഇടത് സഹയാത്രികനായ ശ്രീ റെജി ലൂക്കോസ്, BJPയെ പ്രതിനിധീകരിച്ച് കരമന അജിത്തും, അതോടൊപ്പം തന്നെ മുൻ DGP T. അസഫ് അലിയും ചേരും. അതിനു മുൻപ്, അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് വിജയരാഘവൻ പറഞ്ഞ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പൊ റോട്ടൊക്കിൽ ഒരു പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ, അയ്യോ റോട്ടൊക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ. ഏതോ റോട്ടൊക്കിൽ സ്റ്റേജ് കെട്ടി തുടങ്ങിയില്ലേ. അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്, എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക. എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ്. വലിയ പബ്ലിസിറ്റി കിട്ടും. എന്തൊരു ട്രാഫിക് ജാം. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിന് നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം ഇല്ലേ? 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിക്കുക. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോര് പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാർ പോയപ്പോര്. പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാർ കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. എല്ലാം ഇങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണുമ്പോൾ ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കാറക്കെടുത്തിന് അമ്മായിമ്മേന്റെ വീട്ടിക്ക് പോകുക, അങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ വർത്തമാനം പറഞ്ഞു ശല്ലഭിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കയിൽ വളരെ കുറവായിരിക്കും. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഈ വാക്കുകൾ കേട്ടപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? കാർ ഉപേക്ഷിക്കാൻ തോന്നിയോ? അല്ല, അതിന് പറഞ്ഞതിന് 1-2 വാചകങ്ങളോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യമുണ്ടായിരുന്നു, സമയമെത്തിക്കണം. അതായത് ഈ പാളയ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് വഞ്ചൂര് നടന്ന പൊതുയോഗത്തിൽ റോഡുകളിലെ അല്പം ബുദ്ധിമുട്ടിച്ച് നടത്തിയ ആ സ്റ്റേജ് നിർമ്മാണത്തെ കുറിച്ച് കോടതി കേസെടുത്തു. അത് തന്നെയല്ല, അത് തെറ്റായിപ്പോയെന്നും പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബഹുമാനപ്പെട്ട V. ജോയ് MLA പരസ്യമായിട്ട് പറഞ്ഞു. കോടതിയുടെ നിർദ്ദേശാനുസരണം പോലീസ് കേസെടുത്തു. അപ്പൊ കണ്ടറിയാവുന്ന 10-12 പേർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് CPM എന്ന് പറയുന്ന പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് അതിന് തിരുത്താനായിട്ടുള്ള ശ്രമം നടത്തിയത്. ഇവിടെ കേരളത്തിൽ മറ്റു രാഷ്ട്രീയ കക്ഷികൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശ്രമങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. എന്റെ അറിവിലില്ലാത്തൊരു കാര്യമാണ്. എവിടെയാണ് തിരുത്തിയത്? പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പറയുകയാണ്. ഇന്നിപ്പം നമ്മളിപ്പോ കേട്ടത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ എവിടെയാണ് തിരുത്ത്? അല്ല, ഞാനത് പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ. എന്താണ് ഞാൻ പറഞ്ഞത് കേൾക്കാണ്ട് ഇങ്ങനെ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൂ. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞ 1-2 വാക്യങ്ങൾ സ്വാഭാവികമായ ഒരു പ്രസംഗത്തിന് പറഞ്ഞത് മാത്രമല്ല. അദ്ദേഹം പറഞ്ഞത് അതൊരു നല്ല സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആംഗിൾ എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഡൽഹിയിൽ ഒരു വാഹനത്തിൽ ഒരാൾ മാത്രമായിട്ട് സഞ്ചരിക്കാൻ പാടില്ല കാറിൽ. കാരണം അതുപോലെ ട്രാഫിക്കാണ് അവിടെ നിരോധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പൊ 25 വാഹനം പോയി 25 പേര് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഒരു ട്രാഫിക് സെൻസ് ഇല്ലാത്തൊരു പ്രശ്നം. പല വിദേശ രാജ്യങ്ങളിൽ അത് ഇതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. കാരണം അത്രയധികം വാഹനങ്ങളാണ്. അപ്പൊ അതിനെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ കുന്നംകുളത്ത് അത് പ്രകടിപ്പിച്ചപ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ എതിരാണ് ഇതെല്ലാം മറ്റുള്ളവർ കാർ ഉപയോഗിക്കാൻ പാടില്ല, നടന്നു പോകാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചത്. അതിന്റെ വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് പാർട്ടിയിലെ എന്താ പറയുക ദുഷ്പേരുണ്ടാക്കാനുള്ള ശ്രമം മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ വസ്തുത ഇന്നലെ സംഭവിച്ചത്. ആ 8 മിനിറ്റ് പ്രസംഗം പൂർണ്ണമായും കേൾപ്പിക്കാൻ വേണമെങ്കിൽ താങ്കൾക്ക് ഞങ്ങൾ അടർത്തിയെടുത്തതാണ് എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ ഞാനത് വേണ്ടല്ലോ, അതിലെ പ്രസക്ത ഭാഗങ്ങൾ മതി എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ഭാഗം മാത്രം കേൾപ്പിച്ചത് കേട്ടോ. അല്ലാതെ അടർത്തിയെടുത്തതല്ല. ഞാനത് മുഴുവൻ കേട്ടതാണ്. നിങ്ങൾ പല ആപത്തി ലോകത്തെ അത് കാണിച്ചു. അതൊക്കെ ശരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അത് ലോകം മുഴുവൻ കണ്ട് ഞാനത് പൂർണ്ണമായിട്ട് കണ്ടതാണ്. കണ്ടതിന് ശേഷമാണ് ചർച്ച പങ്കെടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു ആൾ പറയുന്നതിന്റെ ഗുഡ് സെൻസ് അല്ലെ പോസിറ്റീവ് സെൻസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു വാചകം വളരെ പ്രസക്തമാണ്. ഈ കാറുമായിട്ട് പോകുന്നവരെ പോലെ തന്നെ പാവപ്പെട്ട അധ്വാനിക്കുന്നവർക്ക് ഒരു ജാഥ നടത്താൻ പാടില്ല, ദയവായിട്ട് അത് അനുകൂലിക്കണം. ഈ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞത് അതിനെയൊക്കെ പിന്നെ ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് ആംഗിളിൽ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. കാരണം CPM അനങ്ങിയാൽ പോലും ഞാൻ വിചാരിച്ചു ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സുഹൃത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നു
ഞങ്ങൾ കൈകാര്യം ചെയ്ത് നിങ്ങളുടെ ഓഫീസ് വന്ന് കൈകാര്യം ചെയ്ത് പരസ്യമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ചർച്ച വെച്ചോ? നിങ്ങൾക്ക് ഞങ്ങൾ ചങ്കൂറ്റുണ്ടായോ? ഇങ്ങനെ ഏതായാലും CPM-കാർ പറഞ്ഞിട്ടുണ്ടോ? എന്ത് വന്നാലും CPM-നെ ആക്രമിക്കുക എന്നുള്ളൊരു നയമാണ്. വിജയരാഘവൻ എന്ന് പറഞ്ഞ സഖാവ് ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു സഖാവാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. CPM-നെ സംബന്ധിച്ചുള്ള തെറ്റുപറ്റിയ തിരുത്തും. ഇന്നലെ തന്നെ പൂവാറിൽ അപ്പൊ അവിടുത്തെ ഏരിയ സമ്മേളനത്തോട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു ബോട്ട് യാത്രയിൽ ഇന്ന് ജോയി അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ പരാമർശം പറഞ്ഞു. അത് ശരിയാണ്, അത് പിഴവ് വെച്ചിട്ടുണ്ട്. എന്താ പറയാ, സ്വമേധയാ വന്ന ചില ബോട്ടുകാരാണ് ആ രീതിയിൽ അവിടെ വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അത് തിരുത്താൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഏത് പാർട്ടിയാണ് മനുഷ്യൻ കൂടുന്നിടത്തെല്ലാം ട്രാഫിക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും? അത് മനുഷ്യൻ പറഞ്ഞ വിഭാഗം, പ്രത്യേകിച്ച് കേരളം പോലെ കൺജസ്റ്റഡ് ആയ ഒരു സ്ഥലത്ത് മറ്റേതെങ്കിലും പാർട്ടി അവർ ചെയ്ത പ്രവർത്തനങ്ങൾ തിരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ റോഡിൽ ട്രാഫിക് കൂടുതലാണ് എന്ന് ബോധ്യമുള്ള പാർട്ടി ആ നടുറോഡിൽ തന്നെ ഈ പൊതുസമ്മേളനം നടത്തണമായിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി പാർട്ടി പറഞ്ഞു. അതിപ്പോ പ്രാദേശികപരമായിട്ട് അത് ചെയ്യുന്ന പാർട്ടി പറഞ്ഞു എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ തലമുതിർന്ന നേതാവാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, വഞ്ചിയൂർ റോഡ് ചെറിയ തടസ്സം ഉണ്ടാക്കി ആ പൊതുസമ്മേളനം നടത്തിയതിനെ കുറിച്ചും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തെറ്റായി പോയെന്ന് അംഗീകരിച്ചില്ലേ? ഇത് അംഗീകരിക്കാത്തവരല്ലേ കേരളത്തിലെ മുഴുവൻ മറ്റു പാർട്ടികളും? എന്തെല്ലാം ഇതിന്റെ നിയമവശം കൂടി എനിക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പൊ ഈ വിഷയത്തിൽ കൃത്യമായി ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് നിയമലംഘനമാണെന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. ഇതിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ മുതിർന്ന നേതാവ് ശ്രീ വിജയരാഘവൻ വന്ന് പറയുകയാണ്, ഇതിൽ എന്താണ് കുഴപ്പമെന്നതിലപ്പുറം അദ്ദേഹം പറയുകയാണ്, പാവപ്പെട്ട ആളുകൾക്ക് സ്വാതന്ത്ര്യം വേണം പൊതുസമ്മേളനങ്ങൾ നടത്താൻ, പാർട്ടി സമ്മേളനങ്ങൾ നടത്താനെന്ന്. ഇത് കോടതി പറഞ്ഞതിന് വിരുദ്ധമല്ലേ? ഇത് ശരിക്കും കോടതി അലക്ഷ്യ നടപടിയല്ലേ? ഇതൊരു CPM-ന്റെ ഒരു സമ്മേളന പ്രശ്നം മാത്രമല്ല, നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 21 അത് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവുമാണ്, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ആ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന പരമപ്രധാനമാണ്. നമുക്ക് ഓർമ്മയില്ലേ മെനേക ഗാന്ധി കേസ്? നമ്മുടെ ആർട്ടിക്കിൾ 21 പറയുന്നത് നിയമം വഴി സ്ഥാപിക്കപ്പെട്ട നടപടിക്രമം അനുസരിച്ചല്ലാതെ ഏതൊരു വ്യക്തി പൗരൻ മാത്രമല്ല, ഇന്ത്യൻ അതിർത്തിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും, അതിൽ സ്വദേശിയും വിദേശിയും വരും, ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ നിഷേധിക്കാൻ പാടില്ല എന്നാണ്. അതാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്. AK ഗോപാലിൻ്റെ കേസിൽ വിധി പറഞ്ഞത് അതാണ്, നിയമം വഴി സ്ഥാപിക്കപ്പെട്ട നടപടിക്രമം. മനേക ഗാന്ധി കേസിൽ എന്താ പറഞ്ഞെന്നറിയോ? നിയമം വഴി സ്ഥാപിക്കപ്പെട്ട നടപടിക്രമം മാത്രമല്ല, നിയമം വഴി സ്ഥാപിക്കപ്പെട്ട നടപടിക്രമം എന്ന് പറഞ്ഞാൽ അസംബ്ലിയോ പാർലമെന്റോ പാസ്സാക്കുന്ന ഒരു നിയമം വഴി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമോ ജീവനോ നിഷേധിക്കാൻ പറ്റുമെന്നാണ്. മനേക ഗാന്ധി കേസിൽ പറയുന്നത് അങ്ങനെ പാസ്സാക്കുന്ന നിയമം യുക്തിപൂർണമായിരിക്കണം. അതായത് അത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അമേരിക്കൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ കൂടി മാത്രമേ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ജീവനോ നിഷേധിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചത്? ഭരണഘടനയെക്കുറിച്ച് പുറപ്പുറത്ത് കയറി പ്രസംഗിക്കുന്ന CPM നേതാക്കന്മാർ ഇന്നലെയും മിനിഞ്ഞാന്നും പാർലമെന്റിലെല്ലാം ഭരണഘടനാ മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചത്. ഇവിടെ വഞ്ചിയൂറിൽ നടന്നത് ഭരണഘടനാ മൂല്യങ്ങളെ പിച്ചി ചീന്തുകയാണ്. നമുക്ക് സമ്മേളനം നടത്തണമെങ്കിൽ നിന്റെ വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് പുല്ലാണ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരു ആംബുലൻസ് ആണ്, ഒരു മനുഷ്യ ജീവൻ സേവ് ചെയ്യേണ്ട ഒരു ആംബുലൻസ് ആണ് അതിലെ പോകുന്നുണ്ടെങ്കിൽ വഴി തടസ്സപ്പെടുത്തൂലേ? കാറല്ല പ്രശ്നം, ഒരു ആംബുലൻസ് ആണ്. ഇവർ പറയില്ലേ, നിങ്ങൾ ആംബുലൻസിനേക്കാളും നമുക്ക് പരമപ്രധാനം പാർട്ടിയുടെ സംസ്ഥാന അല്ലെ ഏരിയ സമ്മേളനമാണ്. അവിടെയാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടി പറഞ്ഞത് നമുക്ക് ഈ സമ്മേളിക്കാനുള്ള അവകാശം കുറ്റം ചെയ്യുവാനുള്ള ഒരു പ്രേരണക്കാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത്. ഇൻസൈറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസ്, കുറ്റം ചെയ്യുവാനുള്ള, ഇത് വിജയരാഘവന്റെ പ്രസ്താവന ഒരു കുറ്റം ചെയ്യുവാനുള്ള ഒരു വഴി തടസ്സപ്പെടുത്തുവാനുള്ള ഒരു ആഹ്വാനമല്ലേ? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? ഇവർക്ക് എങ്ങനെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും? ഇവർക്ക് എങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ അർത്ഥത്തിലും അനുസരിക്കുന്നവരാണെന്ന് പറയാൻ പറ്റും?
ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ, സഞ്ചാര സ്വാതന്ത്ര്യത്തെ, കാറിൽ പോകാനുള്ള, വാഹനത്തിൽ പോകാനുള്ള, നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യത്തെ, നമ്മുടെ മതേതരത്വം പോലും ഏതൊരു വ്യക്തിക്കും ഈ ഇഷ്ടാനുസരണം മതം വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, പൊതുസമാധാനത്തിന് വിധേയമായിട്ടായിരിക്കണം. ഒരു പബ്ലിക് റോഡിൽ ഒരു വലിയ മതസമ്മേളനം വിളിക്കുന്നു, ഇത് നമ്മുടെ മതേതര അവകാശമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഭരണഘടന പറയുന്നു പൊതുസമാധാനത്തിനും വിധേയമായിട്ടായിരിക്കണം, ആരോഗ്യത്തിനും വിധേയമായിട്ടായിരിക്കണം നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും അനുഷ്ഠിക്കാനുമുള്ള അവകാശം. ഇവിടെ ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന പൗരന്റെ, വ്യക്തിയുടെ പരമപ്രധാനമായ ഒരു അവകാശത്തെ പിച്ച് ചീന്തിയിരിക്കുകയാണ് CPM നേതാവ്. പോളിറ്റ് ബ്യൂറോ ഒരു ഓർഡിനറി ലോക്കൽ ബോഡി മെമ്പറോ മറ്റോ ആണ് പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പാർട്ടിയുടെ ഏറ്റവും വലിയ ഹൈ പവർ ബോഡിയിലെ ഉന്നത നേതാവാണ് വിജയരാഘവൻ. അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് സമ്മേളനം നടത്തണം, നിങ്ങൾ കാറിൽ പോകണ്ട. ഇത് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ലൂയി 14 ഭാര്യ പറഞ്ഞിരുന്നു, ജനങ്ങൾ അപ്പത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കേക്കിന് വേണ്ടി സമരം ചെയ്തൂടെ? അതുപോലെയല്ലേ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ കാറിൽ പോകുന്നത്? സി മിസ്റ്റർ വിജയരാഘവൻ, ദിസ് ഈസ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്. ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന പരമപ്രധാനമായ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു റൈറ്റാണ് ഇവിടെ പാർട്ടിയുടെ ശക്തി കൊണ്ട്, മസിൽ പവർ കൊണ്ട്, അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് കേരള ഹൈക്കോടതി പോലീസുകാരനെ അതിനിശ്ചിതമായ രീതിയിൽ പോലീസുകാരന്റെ കൃത്യവിലോപത്തെ കുറിച്ച് പറയുകയുണ്ടായില്ലേ? പോലീസുകാരന്റെ രക്ഷ, ഒരു ഭരണഘടനാപരമായ അവകാശങ്ങൾ എക്സർസൈസ് ചെയ്യാൻ പൗരന് ലഭിക്കുന്നില്ല. കാരണം എന്താണ്? ഭരിക്കുന്നത് നിയമം ലംഘിക്കുന്ന, ഭരണഘടന ലംഘിക്കുന്ന, ഭരണഘടനയെ പിച്ചിച്ച് ചീന്തുന്ന ഒരു പാർട്ടിയാണ്. ഇവരാണോ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്? ഇവരാണോ പറയുന്നത് വ്യക്തി ഇതേപോലെ തന്നെയല്ലേ മലബാറിൽ നടക്കുന്നത്? കണ്ണൂർ ജില്ലയിൽ ആളുകളെ കൊല്ലുന്നു, എന്നിട്ട് പറയുന്നു അത് നമ്മുടെ രാഷ്ട്രീയ അവകാശമാണ്. ശരി, എന്നാലും ഭരണഘടന അനുവദിച്ചു നൽകുന്ന അവകാശങ്ങൾ, അതിനെതിരെയുള്ള നഗ്നമായ ലംഘനം എന്നുള്ളതാണ് ശ്രീ അസഫ് അലി പറയുന്നത്. ശ്രീ കരമനാജിത്ത്, ഇപ്പൊ താങ്കളൊക്കെ ആദ്യ ദിവസം മുതൽ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ് പ്രശ്നം എന്ന് മനസ്സിലായില്ലേ? എനിക്ക് ഇവിടെ തോന്നുന്നത് ഈ കാരണവർക്ക് അടുപ്പിലുമാകാമെന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്, പഴമക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്നു എന്നൊരൊറ്റ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം, എന്തും കാട്ടാം, ഇവിടെ ചോദിക്കുവാനും പറയുവാനും ആളില്ല എന്നൊരു തോന്നലാണ് CPMൻ്റെ ആ വലിയേട്ട മനോഭാവമുണ്ടല്ലോ. CPM ഇപ്പോൾ ഒരു നേതാവ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതായത് കാറിൽ പോകാൻ പാടില്ല, കാറിൽ പോകാം, പിന്നെ അതുപോലെ തന്നെ നടന്നു പോകാം. പ്രാചീന കാലത്തിൽ ആളുകൾ നടന്നു പോയില്ലേ? എന്തൊരു ഉളുപ്പോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരു പാർട്ടിയുടെ ഒരു സമുന്നതനായ നേതാവ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗമെന്നാണ് പറയുന്നത്. ഇവരാണ് ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്നത്. ഇതും നടക്കും, ഇതിനപ്പുറവും നടക്കും. ഞാനിന്ന് ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ നേരത്തെ സാറ് പറഞ്ഞല്ലോ, ഭരണഘടനയുടെ ആത്മാവായ ആ നിയമത്തെ പോലും, ആ ആർട്ടിക്കിളിനെ പോലും കശാപ്പ് ചെയ്ത ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കെതിരെ വിരൽ ചൂണ്ടുവാൻ, ഇവർക്കെതിരെ ശബ്ദമുയർത്തുവാൻ, ഇവരെ സംബന്ധിച്ചോളം ജനങ്ങളോട് പോലും ഭയമില്ലാതെ, ജനങ്ങളെ പോലും ഭയക്കാതെ രണ്ടാമത് ഒരു അധികാരം കിട്ടി എന്നൊരൊറ്റ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഹുങ്കിൻ്റെ അടിസ്ഥാനത്തിൽ, അഹങ്കാരത്തിൻ്റെ ഭാഷ്യം എവിടെയെല്ലാം കാണുന്നു. നമുക്ക് നോക്കണേ, ഇവിടെ ഇപ്പോൾ ഈ നഗ്നമായ ഭരണഘടനാ ലംഘനമാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. ആ നടന്നതിനെ കുറിച്ച് നേതാവ് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, ഇവിടെ ഒരു പോലീസില്ലേ? ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ കടന്നു കയറുമ്പോൾ, അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുമ്പോൾ, ആ തടസ്സപ്പെടുത്തുന്നതിനെതിരെ നിയമപരമായിട്ട് നിയമം പാലിക്കേണ്ട നിയമപാലകർ ഇവിടെ ഇല്ലേ? ഇവരാരെയാണ് ഭയക്കുന്നത്? ഇവരാരെയാണ് ഭയക്കുന്നത്? ഇവിടെ പോലീസ് ഇപ്പോൾ ഒരു FIR ഇട്ടെന്ന് പറഞ്ഞു. പഞ്ചൂർ ബാബു ഏരിയ സെക്രട്ടറിയുടെ പേരിൽ, മറ്റ് കണ്ടാലറിയാവുന്ന കുറച്ച് പേരുടെ പേരിലാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അവിടെ 3 MLA മാരുണ്ടായിരുന്നു. VK പ്രശാന്ത്, മുൻ മേയർ,
അദ്ദേഹം ഉണ്ടായിരുന്നു, ജോയി ഉണ്ടായിരുന്നു. ഈ പ്രസംഗത്തിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും ഒരു MLA ആണ്. ആ MLA 3 MLA ഇരിക്കുന്ന സമയത്താണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് നിയമസഭയിൽ ഇരിക്കുന്ന ഈ MLA സാന്നിധ്യത്തിലാണ് ഈ പച്ചയായ ഈ ഭരണഘടനാ ലംഘനം നടത്തിയത്. ഇത് ചോദ്യം ചെയ്യുവാൻ ഇവിടെ ആളില്ല. ഇവിടെ അത് ചോദ്യം ചെയ്യുവാൻ ഇവിടെ പോലീസിന് നട്ടലില്ല. എന്തുകൊണ്ട്? ഞാനൊന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പോൾ വഞ്ചൂരിലെ ഞാൻ ഇരിക്കുന്നതിന് തൊട്ടടുത്തായിരുന്നു ആ സ്റ്റേജ് കെട്ടിയത്. ഇവിടെ തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ വരാൻ വേണ്ടി വന്ന കുട്ടികൾ വാനിനകത്തിരുന്ന് ഉയർപ്പൊലിയിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ ഈ ദൃശ്യമാധ്യമം തന്നെ പുറത്തുവിട്ടതാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു നമ്മുടെ തിരുവനന്തപുരത്തിൽ തന്നെ 2ാമത്തെ സ്ഥാനമുള്ള ജനറൽ ആശുപത്രി, ആ ആശുപത്രി അവിടെ എത്ര രോഗികൾ അവിടെ ഓട്ടോയിലും അതുപോലെ തന്നെ അതുവഴി കടന്നു പോകുവാൻ എന്തുമാത്രം ബുദ്ധിമുട്ടി. ഇതൊക്കെ ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിനാരാണ് ഉത്തരവാദി? ചോദ്യം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പൊ താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതായത് നമ്മുടെ കേരളത്തിലെ ഈ കാറുകൾ വർദ്ധിക്കുന്നു, നിരത്തിൽ കാറുകളുടെ എണ്ണം കൂടുകയാണ്, ട്രാഫിക് സെൻസ് ഇല്ലാത്ത ആളുകളാണ്, വിദേശ രാജ്യങ്ങളെ കണ്ടുപഠിക്കണമെന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, ഡൽഹിയെ കണ്ടുപഠിക്കണമെന്ന് സൂചിപ്പിച്ചു. താങ്കൾക്ക് നവകേരള സദസ്സ് ഓർമ്മയുണ്ടാകുമെന്ന്, നവകേരള ബസ് കേരളത്തിലുടനീളം ഓടിയത് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അന്ന് മന്ത്രിമാർ ആ ബസ്സിലായിരുന്നു. ആ ബസ്സിനൊപ്പം മറ്റൊരു KSRTC ബസ് വെറുതെ കാലിയായി ഓടുന്നുണ്ടായിരുന്നു. അതിന് പിന്നിൽ മന്ത്രിമാരുടെ വാഹനങ്ങൾ, ലഗേജും സ്റ്റാഫ് അംഗങ്ങളുമായി അവരുടെ ഓരോരുത്തരുടെയും മന്ത്രിമാരുടെ കാറൊക്കെ പിറകെ പോയിരുന്നു. അതൊക്കെ താങ്കളുടെ ഓർമ്മയിലുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയിലുണ്ട്. അതിലേക്ക് വരുന്നതിന് ഒരു ചെറിയ മറുപടി പറഞ്ഞിട്ട് പറയാം. അതായത് ഇന്ത്യയുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന BJP നേതാവ് അമിത്ഷാ ആദരണീയ അംബേദ്കർ, നമ്മുടെ ഭരണഘടനാ ശില്പിയെ കുറിച്ച് ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതിന്റെ പേരിൽ നിന്ന് പാർലമെന്റ് സ്തംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ജനാധിപത്യത്തെ ഹത്യ നടത്താൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുപോയി ജനാധിപത്യത്തെ ഹത്യ ചെയ്യാൻ നടത്തിയ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ജനാധിപത്യത്തെ കുറിച്ച് CPM ഉത്ബോധിപ്പിക്കുമ്പോൾ ചിരിക്കണോ അത് കരയണോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല. എന്തെല്ലാം രീതിയിൽ അദ്ദേഹം വാക്കുകൾ പറഞ്ഞത്. ഇനി നവകേരള സദസ്സിനെ കുറിച്ച് പറയാം. തീർച്ചയായിട്ടും അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നടത്തിയ 144 നിയോജകമണ്ഡലങ്ങളിലെ സമ്മേളനങ്ങളിൽ 10,000-ങ്ങളാണ് പങ്കുചേർന്നത്. 10,000-ങ്ങൾ. ആരെയും വീട്ടിൽ നിന്ന് അറസ്റ്റ് പോയില്ല. എല്ലാവരും സ്വമേധയാ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട മനുഷ്യര് അവിടെ എത്തിച്ചേർന്നു. 10,000-ങ്ങൾ, 1000-ങ്ങളൊന്നും അല്ല. ഓരോ സ്ഥലത്തും ജനം തിങ്ങിക്കൂടുമായിരുന്നു. അതൊരു ചരിത്ര സംഭവമായി മാറി. അപ്പോൾ ട്രാഫിക്കിന്റെ സ്വാഭാവികമായിട്ട് അതുവഴി ഉണ്ടായ ട്രാഫിക്കിനെ കുറിച്ചുമല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം പറയുകയാണ് കാറുകൾ ഉപേക്ഷിക്കണമെന്ന്. മന്ത്രിമാർ സഞ്ചരിക്കുന്ന നവകേരള ബസ്സിലാണ്. അതിനൊപ്പം കാലിയായി മറ്റൊരു ബസ് ഓടുന്നു. അത് കഴിഞ്ഞ് മന്ത്രിമാരുടെ വാഹനങ്ങൾ, ലഗേജുകൾ ഇതാക്കി അവരുടെ കാറുകൾ ഈ ബസ്സിന് പിന്നാലെ ഓടുകയാണ്. അതിനെയാണ് ഞാൻ പറഞ്ഞത്. ട്രാഫിക് ഉണ്ടാക്കിയതിനെ പറ്റിയല്ല പറഞ്ഞത്. ചെലവ് കുറയ്ക്കാൻ പറ്റിയ വിദേശ രാജ്യങ്ങളെ കണ്ടുപഠിക്കണം. ഈ വിജയരാഘവൻ കാറുകൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ ഏത് വാക്യത്തിലൂടെ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം പറഞ്ഞ 25 കാറിൽ പോയ 25 പേരേ ഉള്ളൂ. അത് ഒരല്പം കാൽനടയാകാം. ഞങ്ങൾക്കും പാവപ്പെട്ടവർക്കും പ്രതിഷേധിക്കാനായിട്ട് ജാഥ നടത്തിച്ചപ്പോൾ അതിനെ പറഞ്ഞാൽ എനിക്ക് ഒരു അതിശയമല്ല. കാരണം കേരളത്തിൽ അവർക്ക് പേരുകളിൽ ഇന്നൊരു സമരം നടത്താൻ പോലും അവർക്ക് ആളെ കിട്ടാനില്ല. ഈ വാചകടി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് CPM ഇങ്ങനെ വേട്ടയാടി എന്തൊക്കെയോ സംതൃപ്തി അടയാനാണ് എല്ലാവരും ശ്രമം. പക്ഷെ ഇത് ജനങ്ങളുടെ കാതുകളിൽ എത്തുന്നത് എങ്ങനെയാ? വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് നെഗറ്റീവ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഞാൻ ആ തുടക്കത്തിലെ പറഞ്ഞു, വിജയരാം സഖാവ് പറഞ്ഞ 2 വാക്കുകളോട് എനിക്ക് യോജിപ്പില്ല. അത് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മനുഷ്യജന്മമല്ലേ, അങ്ങനെ നിങ്ങൾ വേട്ടയാടാൻ മാത്രമേ ഉണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ കൈകാര്യം ചെയ്യും, നിങ്ങളെ ഓഫീസിൽ വന്ന് കൈകാര്യം ചെയ്യും, ഞങ്ങൾ ഇവിടുത്തെ നേരിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതേ നേതാവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് നിങ്ങളൊരു വാക്ക് പോലും ഉണ്ടാകാത്ത നിങ്ങൾക്ക് ധൈര്യമില്ലേ? നിങ്ങൾക്ക് ചങ്കൂറ്റയില്ലേ? ഇതാണ് പറഞ്ഞ കേരളത്തിനെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം വാക്കുകൾ നിങ്ങൾ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജനാധിപത്യത്തിന് വേണ്ടി ഈ കേരളത്തിൽ നെഞ്ചുവിരിച്ചിരിക്കുന്ന ഒറ്റ പാർട്ടിയുള്ളൂ, അത് CPM. കേരളത്തിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ചാതുർവർണ്ണ പ്രവർത്തികളുടെ അംശങ്ങൾ പേര് നടന്ന ആളുകൾക്കെതിരെ നേരിട്ട് യുദ്ധം നടത്തി കേരളത്തിലെ ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആരാ? ശ്രീ അസഫ് അലി, ഇപ്പം ആദ്യം ഇത് വിവാദമായപ്പോൾ കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെയാണ് പോലീസ് FIR ഇട്ടത്. അത് കഴിഞ്ഞ് ഹൈക്കോടതിയുടെ ശക്തമായ വിമർശനങ്ങൾ, ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് പാളയം ഏരിയ സെക്രട്ടറി ഒക്കെ വരുന്നത് നമ്മൾ കണ്ടു. ഒരു പക്ഷേ ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനടക്കം പ്രതിസ്ഥാനത്തേക്ക് വന്നേക്കും. ആ തരത്തിലാണ് ഇപ്പോൾ കേസ് നിൽക്കുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ PB അംഗം തന്നെ ഈ ഒരു കാര്യം, കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ, ചോദ്യങ്ങൾ സർക്കാരിനോടും പാർട്ടി
പാർട്ടിയോടും പോലീസിനോടും ചോദിക്കുന്ന സമയത്ത് പറയുന്നത്. ഇതിനെ കോടതി എങ്ങനെയായിരിക്കും കാണുക? ഈ കോടതി എങ്ങനെ കാണുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാം. ഈ പോലീസ് കണ്ടാൽ അറിയാവുന്ന ആളുകളെന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ അവരെ കൺമുമ്പിൽ കാണുകയാണ്. MLA-മാരെ, മുൻ മേയറെ, MP ഗോവിന്ദനെ ഇവരെല്ലാം കണ്ടിട്ട് കണ്ണടക്കുന്നു. അപ്പൊ കണ്ടിട്ടും കാണാത്ത രീതിയിലാക്കിയാൽ പോലീസിനെ ഉറങ്ങുന്ന ആളെ നമുക്ക് ഉണർത്താം. ഉറക്കുന്നടിക്കുന്ന ആളെ ചൂടുവെള്ളം തലയിൽ ഒഴിച്ചാലും അവർ ഉണരുവോ? പോലീസിനെ രണ്ട് കൈയും ബദ്ധസ്ഥനാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിയമവാഴ്ച ഇല്ല. CPM-ന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. ഞങ്ങൾ ഇതൊക്കെ ലംഘിക്കും. ഞങ്ങൾ നിയമവാഴ്ചയുള്ള നാട്ടിലല്ല ജീവിക്കുന്നത്. ഞങ്ങൾ നിയമം കൊണ്ട് വാഴുകയാണ്. എന്താണ് CPM പറയുന്നത്? പോലീസ് കണ്ണില്ലേ? പോലീസിന് കണ്ണില്ലാത്ത ആളുകളെ സർവീസിൽ ഇരുത്തുവോ? കാക്കി മാത്രം ഇട്ടാൽ പോരല്ലോ. പോലീസ് കാണുന്നില്ലേ? ആരാണ് ഈ തടസ്സം? അവിടെ ഒരു അൺലോഫുൾ അസംബ്ലി അല്ലേ ഇത്? അന്യായമായി അൺലോഫുൾ അസംബ്ലി എന്ന് നിയമത്തെ പറയുന്നത് എന്താണ്? ഒരു കുറ്റം ചെയ്യണമെന്ന പൊതു ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടി അവരവരെ പരസ്പരം മറിഞ്ഞുകൊണ്ട് അന്യായമായി സംഘം ചേരുന്നതാണ് അൺലോഫുൾ അസംബ്ലി. അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കും, നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും അറിയാലോ, ഇത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ആളുകൾ സംഘടിതമായി നിന്നാൽ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആളുകളെ ഒരു പേപ്പട്ടികളെ പോലെ തല്ലുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നില്ലേ? അപ്പൊ അതുപോലെ എന്താണ് അവരെന്താ ചെയ്തത്? അവര് പെൻഷൻ കിട്ടാത്ത ആർക്ക് വേണ്ടി സമരം ചെയ്യുന്നു, ജോലി കിട്ടാത്ത ആർക്ക് വേണ്ടി സമരം ചെയ്യുന്നു. ഇവിടെ അതൊന്നുമല്ലല്ലോ. ഈ വഞ്ചൂരിൽ കൂടി ആളുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ആളുകളെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു. റോങ്ഫുൾ റെസ്ട്രെയിന്റ് ആണ്, തടസ്സപ്പെടുത്തുകയാണ്. അതൊരു കുറ്റമാണ്. ആ കുറ്റകൃത്യത്തിൽ ആര് പങ്കാളികളാണ്? അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും, നേതാക്കന്മാരും പ്രവർത്തകന്മാരും കുറ്റവാളികളാണ്. ഓരോരുത്തർ കുറ്റം ചെയ്തതുപോലെ അതിൽ കുറ്റവാളികളാണ്. അവരെല്ലാം അതിൽ പ്രതിയല്ലേ? ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആയതുകൊണ്ട് അയാൾക്ക് എന്താ ഇമ്മ്യൂണിറ്റി ഉണ്ടോ? അയാൾ ഡിപ്ലോമറ്റ് ആണോ? അയാൾ ഗവർണറാണോ? അയാൾ രാഷ്ട്രപതിയാണോ? അവരെ പേരിൽ കേസെടുക്കണ്ടേ? ഇത് പോലീസും ചെയ്യുന്നില്ല. പോലീസിന് ചെയ്യാൻ അറിഞ്ഞുകൂടായിട്ടാണോ? അല്ല, പോലീസിന്റെ കരങ്ങൾ ബന്ധസ്ഥനായിരിക്കുന്നു. നിയമം തങ്ങൾക്കനുകൂലമായി തങ്ങൾക്കനുസരിച്ച് മാത്രം ഉപയോഗിക്കുന്ന ഒരു പാർട്ടി സംവിധാനമാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പടച്ചുണ്ടാക്കിയിരിക്കുന്നത്. അതല്ലേ നമുക്ക് കാണുന്നത്. ശ്രീ കരമന അജിത്, താങ്കൾ നേരത്തെ ശരി, ശ്രീ കരമന അജിത്, താങ്കൾ നേരത്തെ പറഞ്ഞു വളരെ അടുത്താണ്. ശരിയാണ്. നമുക്ക് രണ്ടുപേർക്കും ഈ സമ്മേളനം നടന്ന ആ റോഡിന്റെ ഒരു പ്രത്യേകത അറിയാം. മഞ്ചൂർ കോടതി അവിടെയുണ്ട്, മഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ആ റോഡിലാണുള്ളത്. 2 സ്കൂളുകൾ പോകുന്നുണ്ട്. ജനറൽ ആശുപത്രിയിലേക്കുള്ള വഴിയാണ്, മെഡിക്കൽ കോളേജിലേക്ക് മറുഭാഗത്തു കൂടിയാണ് പോകേണ്ടത്. ഇത്രയും ക്രൗഡ് വരുന്ന ഒരു റോഡാണ്. ഈ കോടതിയുടെ വിമർശനങ്ങളൊക്കെ വന്നതിന് ശേഷം നടപടികൾ വരുന്ന സമയത്താണ് ഇപ്പോൾ വിജയരാഘവൻ, മുതിർന്ന നേതാവ്, ഈ വാക്കുകൾ പറയുന്നത്. അപ്പോൾ ചെയ്തതിൽ തെറ്റില്ല എന്നുള്ളൊരു സൂചനയല്ലേ പാർട്ടി നേതാവ് നൽകുന്നത്? അവർ ചെയ്ത തെറ്റുകൾക്ക് എന്നാണത് തെറ്റാണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്? എക്കാലവും ചെയ്യുന്നതെല്ലാം തെറ്റ്. ആ തെറ്റുകളെ എല്ലാം ശരിവെക്കുന്ന കുറേ നേതാക്കന്മാർ. ഞാനിപ്പോൾ നേരത്തെ നമ്മുടെ CPM-ൻ്റെ ഒരു പ്രതിനിധി ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയ ഈ വഞ്ചൂരിലെ ഈ വിഷയത്തെ സംബന്ധിച്ചാണെന്നാണ്. അയാൾ നേരെ പോയത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ എന്തോ അവിടെ സംഭവിച്ചു, അവിടെ ഭരണഘടന. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന CPM-ൻ്റെ പ്രതിനിധിയോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. കുന്തമാണോ കുടച്ചക്രമാണെന്ന് ഭരണഘടന പറഞ്ഞത് നമ്മളാരും അല്ല, നിങ്ങൾ തന്നെയാണ്, അല്ലേ? നിങ്ങളുടെ മന്ത്രി തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജഡ്ജിയെ ശുംഭനെന്ന് വിളിച്ചത് നിങ്ങളുടെ ഒരു നേതാവ് തന്നെയാണ്, വലിയൊരു നേതാവ് തന്നെയാണ്. ഈ പറയുന്ന ആൾക്കാരാണ് ഈ BJP-യെ കുറ്റപ്പെടുത്തുന്നത്, നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമാണ്. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല. ഇവിടെ ഇവർ പറയുന്നുണ്ടോ സമരങ്ങൾ നടക്കും, സമ്മേളനങ്ങൾ നടക്കും, തടസ്സപ്പെടുത്തും, അത് നമ്മുടെ അവകാശമാണ്, അത് പാവപ്പെട്ട ജനങ്ങളുടെ അവകാശമാണ്. നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്, ശക്തമായ സമരം. പട്ടികജാതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരം സെക്രട്ടേറിയറ്റിൽ നടത്തിയത് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമരം നടത്തിയിട്ടുള്ളത്. തൊഴിലിന് വേണ്ടി സമരം നടത്തിയിട്ടുണ്ട്, നിരവധി സമരങ്ങൾ, അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ വഞ്ചൂരിൽ ഈ പാർട്ടി സമ്മേളനം നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ? അവരെ പാർട്ടിക്ക് വേണ്ടിയല്ലേ?
അവരെ പാർട്ടിയുടെ ഒരു സമ്മേളനമല്ലേ അവിടെ നടന്നത്? അത് എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിഷയം തന്നെയാണോ അവിടെ ഉണ്ടായത്? ഇവരിപ്പോൾ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമുക്ക് സമ്മേളനം നടക്കാൻ പറ്റുന്നില്ല, സമരം ചെയ്യാൻ പറ്റില്ല. ഇവിടെ സമരം ചെയ്യണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. സമരം ചെയ്യാം, ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാം. അതിപ്പോൾ ചിലപ്പോൾ റോഡ് തടസ്സപ്പെടുത്തിയോ, റോഡിൽ കുത്തിയിരുന്നോ, അല്ലെങ്കിൽ ഗതാഗതത്തെ സ്തംഭിച്ചോ, അല്ലെങ്കിൽ വ്യക്തികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയോ സമരം ചെയ്യാം. അതെന്തിനു വേണ്ടി? അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല. ഇവിടെ ഇവരുടെ ഒരു പാർട്ടിയുടെ ഒരു ഏരിയ സമ്മേളനത്തിന് എടുത്തിരിക്കുന്ന സ്ഥലം ആണ് നമ്മളിവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്, ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് പോലീസിന് ഇപ്പോൾ നിയമം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്, അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഒരു സമ്മേളനം നടത്തുവാൻ പോലും റോഡ് ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ റോഡിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് സമ്മേളനം നടത്തുവാൻ തീർച്ചയായിട്ടും അവർക്ക് അനുവാദം കൊടുക്കാൻ പാടില്ലെന്നാണ് കോടതി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്തരം സഞ്ചാര തടസ്സം ഉണ്ടാകുന്ന പ്രദേശത്ത് നമ്മുടെ ഈ പറയുന്ന സ്റ്റേജ് കെട്ടുവാനോ സമ്മേളനം നടത്തുവാനോ അനുമതി പോലീസിന് പോലും കൊടുക്കുവാൻ സാധിക്കാത്ത നിയമം പറയുന്ന, കോടതി പറയുന്ന ഈ കാര്യത്തെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ നഗ്നമായ ലംഘനത്തെ ചോദ്യം ചെയ്യാൻ ഇവിടത്തെ പോലീസ് എവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്. എന്തുകൊണ്ട് അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ സ്റ്റേജ് പൊളിച്ചു മാറ്റണം എന്ന് പറയുവാനുള്ള ആർജവം എന്തുകൊണ്ട് പോലീസ് കാട്ടിയില്ല? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് മാത്രമല്ല, ഇവർ കേസെടുത്തല്ലോ, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കേസെടുത്തല്ലോ. എന്തുകൊണ്ട് പാവമായ ഏരിയ സെക്രട്ടറി എന്ന് എപ്പോഴായിട്ട് ഏരിയ സെക്രട്ടറി ആയിട്ട് വന്ന വഞ്ചൂർ ബാബുവിൻ്റെ പേരിൽ മാത്രം ഒരു കേസെടുത്തുകൊണ്ടാണ് ഒതുക്കേണ്ടത്? ഈ പറയുന്ന സ്റ്റേജിലിരിക്കുന്ന ആരെയാണ് അറിഞ്ഞുകൂടാത്തത്? കണ്ടാൽ അറിയാവുന്നത് എല്ലാവരുമല്ലേ അവിടെ ഇരുന്നത്? ആരുടെയെങ്കിലും പേരിൽ കേസെടുക്കുവാൻ 500ഓളം പേരുടെ പേരിൽ കേസെടുത്തു. ആരാണ് ഈ 500 പേര്? ഈ സ്റ്റേജിലിരിക്കുന്നവരെല്ലാം സമുന്നതരായ നേതാക്കന്മാരാണ്, MLA മാരാണ്. എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുവാൻ തയ്യാറാകുന്നില്ല? പോലീസ് മുട്ടടിക്കുന്നു. CPM ഭരണത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്. അവസാനമായി ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഈ കരമന അജിത്ത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിന് പ്രസക്തി ഇരട്ടിയാണ്. കാരണം ആ വേദി കെട്ടിയത് വഞ്ചൂർ പോലീസ് സ്റ്റേഷന്റെ നേരെ മുമ്പിലാണ്. അപ്പോൾ അവർ കാണാഞ്ഞിട്ടാണ്, അറിയാഞ്ഞിട്ടാണ്, അനുമതി കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് ഉറപ്പാണ്. കാരണം അവരുടെ ആ ഡോറിന് നേരെ മുൻപിലാണ് ഈ വേദി ഇരിക്കുന്നത്. അവരെങ്ങനെ കാണാതെ പോകാനാണ്? അപ്പോൾ പോലീസ് കൂടി അറിഞ്ഞിട്ടുള്ളതാണെന്ന് ഉള്ള ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് സത്യമാണെന്ന് ധരിക്കാനേ വഴിയുള്ളൂ. അല്ല, അത് തെറ്റാണെന്ന് ജില്ലാ സെക്രട്ടറി സംഭവിച്ചു. അതിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഏരിയ സെക്രട്ടറി സഹിതമുള്ള 18ഓളം പേരുകളെ പ്രതി ചേർത്തിരിക്കുന്നു. അവർക്കെതിരെ FIR ഇട്ടിരിക്കുന്നു. അതൊക്കെ കോടതി ഇടപെട്ടതിന് ശേഷമല്ലേ പേരൊക്കെ അതിലേക്ക് വന്നത്? അല്ല, ഞാൻ പറഞ്ഞത് കോടതിയുടെ അടുത്ത് ഇന്ന് പരാതി തന്നപ്പോഴല്ലേ കോടതി അറിയുന്നത്, അല്ല ആരെങ്കിലും സ്വയം അവകാശപ്പെടുക. അതിൽ നിന്ന് അർത്ഥമൊന്നുമില്ല. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആംബുലൻസും സ്കൂൾ ബസ്സും ഒക്കെ കുടുങ്ങി കിടക്കുന്നത് ആ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. എന്നിട്ടും അവർ കണ്ടില്ല എന്നാണോ കോടതി പറയേണ്ടി വന്നോ പേരൊക്കെ പറയാൻ? അല്ല, ഒരു ചെറിയ സംശയം. BJPയുടെ നേതാവ് ഒരു കവലപ്രസംഗം നടത്താനായിട്ട് സമയം കൊടുത്ത് നിങ്ങൾ എന്നെ കൊണ്ട് വാതുറപ്പിക്കാതിരിക്കുന്നത് എന്ത് ജനാധിപത്യം? മാതൃഭൂമി പോലെ ഒരു റിപ്പോർട്ടറായിട്ട് ഞാൻ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് മുഴുവൻ ഒരു 10 മിനിറ്റ് ആദ്യം താങ്കൾക്കാണ് നൽകി. അത് കഴിഞ്ഞാണ് മറ്റ് അതിഥികളിലേക്ക് പോലും ഞാൻ പോയത്. അല്ല, എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത്? എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുന്നുണ്ടോ? അതാദ്യം ചോദിക്കൂ. ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാണ് BJPയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം 3 പ്രാവശ്യം ആവർത്തിച്ചു. ഈ കേരളത്തിലെ ഇന്ത്യയുടെ ഭാഗമല്ലേ? ചൂരമലയിൽ 600 പേരുടെ മനുഷ്യരുടെ ജീവനെയാണ് കാണാതായിരിക്കുന്നത്, മരണപ്പെട്ടോ അല്ലാതെ ആയിട്ടും. അവർക്ക് വേണ്ടി 1 രൂപ തരാണ് ലോകത്തെ ഒരു രാജ്യത്ത് സംഭവിക്കാതില്ല ക്രൂരത ചെയ്ത ജനങ്ങളോട് ചെയ്ത ഒരു കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി അവകാശപ്പെടുന്ന ഈ മനുഷ്യരോടൊക്കെ എന്ത് പറയാനാ? ഇവരോടൊക്കെ എന്ത് ജനാധിപത്യം പറയാനുണ്ട്? ജനാധിപത്യത്തെ ഭരണക്കകത്താക്കി പൂട്ടിവെക്കാനായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന ഈ വർഗത്തിനോടൊക്കെ ഞങ്ങൾ എന്ത് മറുപടി പറയാനാണ്? ഞാൻ ആസിഫ് സാറിന് മറുപടി പറയാം. ഞാൻ ആദരിക്കുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഇവർക്കുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. ഇവർക്കൊന്നും കേന്ദ്രത്തിലെ ജനാധിപത്യങ്ങൾ ജനങ്ങൾ എന്നുള്ള വാക്ക് പറയാൻ ഒരു യോഗ്യത ഇവിടുത്തെ BJPയിലെ ഒരു നേതാവിനുമില്ല. ജനങ്ങളെ കൊന്നൊടുക്കിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹാദുരന്തത്തിന് 5 പൈസ തരാണ്ട് കോടതി കയറി അല്ലാത്തവർക്കൊക്കെ വാരി കോരി കൊടുക്കുകയും ചെയ്ത
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് സത്യത്തിൽ ലജ്ജ തോന്നുന്നു. വെറുതെ ഇവരെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്നത്. നിങ്ങൾ ജനങ്ങളെ ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും കാര്യം പറയാം. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു ധാർമ്മികതയില്ല. 1% പോലും ഇല്ല. 0.1% ഇല്ല. കേരളത്തിലെ ജനങ്ങളെ ശത്രുക്കളെ പോലെ, ശത്രു രാജ്യത്തെ ജനങ്ങളെ പോലും കാണാത്ത രീതിയിൽ പൈശാചികമായിട്ട് കാണുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി ജനങ്ങൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കരുത്. നിങ്ങൾ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത് എനിക്ക് പറയാനുള്ളത്. അസഫ് അലിക്ക് എന്തോ മറുപടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഹലോ, ശ്രീ റെജി ലൂക്കോസ്, താങ്കളോടാണ്. താങ്കൾ പറഞ്ഞു ശരി, BJP പ്രതിനിധിക്ക് മറുപടി ഇല്ല, മനസ്സിലായി. അസഫ് അലി ചൂണ്ടിക്കാണിച്ചതിന് എന്തോ മറുപടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അത് പറയാനുണ്ടോ? അസഫലി സാറിനോട് തർക്കിക്കാറുണ്ട് ഞാനാണല്ല, കാരണം അദ്ദേഹം എത്ര ഉയർന്നത്തിലുള്ള ആളാണ്. പക്ഷെ അസഫലി സാർ ഇങ്ങനെ അന്ധമായിട്ട് CPM-നെ മാത്രം വിമർശിക്കുമ്പോൾ ഇന്നലെ ഇന്ന് ഈ രാജ്യം കണ്ട ഭീകരമായിട്ടുള്ള ഒരു വസ്തുത, ഒരു അമിത്ഷായെ പോലുള്ള ഒരാള് ഭരണഘടന തൊട്ട് ഭരണഘടനാ ശില്പിയെ പറ്റിയൊക്കെ അനാദരവോടുകൂടി പാർലമെന്റ് പ്രസംഗത്തിനെതിരെ ഒരക്ഷരം പ്രതികരിക്കാതിരിക്കുന്നതിന് വൺ സൈഡ് സിദ്ധാന്തം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ സാറിനെ ആദരിക്കുന്ന ഒരാളാണ്, വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. CPM-നെ മാത്രം നേരത്തെയും താങ്കൾ ഇത് സൂചിപ്പിച്ചു. അതുകൊണ്ട് മാത്രം പറയുക, ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണല്ലോ. സ്വാഭാവികമായും ശ്രീ അസഫ് അലിക്ക് അതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ പറഞ്ഞ പ്രസ്താവനയിൽ അഭിപ്രായം ഉണ്ടാകും. പക്ഷെ ഈ വേദി, ഈ ചർച്ച, ഈ മണിക്കൂർ നമ്മൾ വെച്ചിരിക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാകുമല്ലോ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുകയല്ല, സ്വാഭാവികമായും അദ്ദേഹം മറുപടി പറയുമായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനത്തെ വിലക്കൊന്നും ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ രാജ്യം, ഈ സംസ്ഥാനം, ഈ രാജ്യമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യൻ ജനാധിപത്യത്തിന് വിലക്കാനുള്ള കാര്യങ്ങളാണ്. അത് ആവർത്തിച്ച് പറയും. അതിനെപ്പറ്റി ഈ സബ്ജക്റ്റോട് ബന്ധപ്പെടുത്തിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത്ര സബ്ജക്റ്റോട് എടുത്ത് അവരെ വിമർശിക്കും. ഇപ്പൊ ഞങ്ങൾ മിണ്ടാതിരിക്കാം, ഞങ്ങൾ കേട്ടോണ്ടിരിക്കാം, ഞങ്ങൾ കൈയടിക്കാം. അതിന് തുടരാതെ കണ്ട് ഈ പാർട്ടിയെ മാത്രം ഇങ്ങനെ വേട്ടയാടി നേരത്തെ സൂചിപ്പിച്ച വയനാട് വിഷയം, അതായിരുന്നു ഇന്നലത്തെ പ്രൈം ടൈം ചർച്ച. ഞാൻ താങ്കളുടെ അറിവിലേക്ക് പറഞ്ഞു എന്നുള്ളൂ. ശ്രീ അസഫ് അലി, ഇപ്പം ഈ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ അതെല്ലാം പാടെ തള്ളുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വിജയരാഘവന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പം അണികൾക്ക് ഒരു തരത്തിൽ സന്ദേശം കൊടുക്കുകയല്ലേ അദ്ദേഹം ചെയ്തത് തെറ്റല്ല എന്ന്? തീർച്ചയായിട്ടും ഞാൻ ഇതിന് ആ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ അതിന് മുമ്പ് നമ്മൾ റെജി ലൂക്കോസ് സാർ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ശ്രീ കരമന അജിത്ത്, ഞാൻ താങ്കൾക്ക് സമയം തരാം മറുപടി പറയാൻ. ഞാൻ തരാം മറുപടി പറയാൻ സമയം തരാം. ശ്രീ അസഫ് അലി പറഞ്ഞോളൂ. റെജി ലൂക്കോസ് സാർ പറഞ്ഞൊരു കാര്യം, ഒരു മോഷ്ടാവിനെ പിടിച്ചപ്പോൾ മോഷ്ടാവ് പറയുന്നു, ഒരു ബാങ്ക് കൊള്ളയടിച്ച കേസില്ലേ, അതെന്താ നോക്കാത്തത്, എന്നെ പിടിക്കുന്നു എന്നുപോലെയാണ്. ഇവിടെ നിങ്ങൾ ആങ്കർ പറഞ്ഞതുപോലെ ഇവിടുത്തെ വിഷയം കേരളത്തെ സംബന്ധിച്ചതൊരു വലിയൊരു വിഷയമാണ്. കാരണം ഭരിക്കുന്ന ഒരു കക്ഷിയാണ്, അവരുടെ ഒരു സമുന്നത നേതാവാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്ത കുറ്റകൃത്യത്തിന് ന്യായീകരിക്കാനോ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഇത് ഇന്ന് അവിടെ തിരുവനന്തപുരത്താണ് സംഭവിച്ചതെങ്കിൽ നാളെ കേരളത്തിൽ എവിടെ സംഭവിച്ചാലും പാർട്ടിക്കാർക്ക് അതൊരു പ്രചോദനമാണ്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞാലും നിയമം എന്തു തന്നെ ആയാലും ഞങ്ങൾ ഞങ്ങളുടേതായ വഴിക്ക് പോകും എന്ന ഒരു റോങ് മെസ്സേജാണ് അത് നൽകുന്നത്. വിജയരാഘവൻ ഒരു നല്ല വ്യക്തിയാണ്. ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു ആവേശം കൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് പറയാൻ പാടില്ലാത്തതാണ്. കാരണം ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന പല വിഷയങ്ങളും ഇതിലുണ്ട്. ഒരു CPM-ന് സമ്മേളനം നടത്താൻ വേറെ എത്ര മൈതാനങ്ങളുണ്ട്. ആ മൈതാനങ്ങളിലൊന്നും സമരം നടത്താതെ പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ, ഞാൻ ആ സ്ഥലം ശരിക്ക് കണ്ടിട്ടില്ല, അറിഞ്ഞിടത്തിലോളം പട്ടണത്തിൻ്റെ വളരെ ഏറ്റവും കൂടുതൽ കൺജസ്റ്റഡായ ഒരു സ്ഥലമാണ് ഈ വഞ്ചൂർ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലം. അവിടെ ഒരു നിയമവാഴ്ചയെ കംപ്ലീറ്റ് വെല്ലുവിളിച്ചുകൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് CPM-നെ കുറ്റപ്പെടുന്നില്ല. CPM ആണ് ഇതിൽ വില്ലനെങ്കിൽ അവരെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടി വരും. ഒരു വില്ലൻ പ്രവൃത്തി ചെയ്ത് ജനങ്ങൾക്ക് ദ്രോഹകരമായ ഒരു പ്രവൃത്തി ചെയ്ത് കോടതി പറഞ്ഞാലും നിയമം എന്നുണ്ടെങ്കിലും ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, ഞങ്ങൾ ഇവിടുത്തെ ഭരണകക്ഷിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളോടും ഭരണഘടനയോടും വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ നമ്മളിത് പറയണ്ടേ? അതൊരു അപകടകരമായ സ്ഥിതിവിശേഷമല്ലേ? ഡൽഹിയിൽ ചെയ്യുന്ന ഭരണഘടനാ ലംഘനത്തിൻ്റെ മറ്റൊരു പതിപ്പല്ലേ ഈ സാക്ഷര കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെ കാണുന്നത്? ഇത് മുഖ്യമന്ത്രി കാണുന്നില്ലേ? ആഭ്യന്തര വകുപ്പ് കാണുന്നില്ലേ? പോലീസ് കാണുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് പരിരക്ഷ നൽകുന്നു.
അവർക്ക് നിയമമൊന്നും ബാധകമല്ല. നമ്മൾ പഠിക്കുന്ന നീതിശാസ്ത്രം എന്താണ്? ബി യു എവർ സോ ഹൈ, ലോ യൂസ് എബവ് യു. നീ എത്ര വലിയവനാണെങ്കിലും നിയമം നിനക്ക് മീതെയാണ് എന്നതാണ് നമ്മുടെ ആപ്തവാക്യം. പക്ഷെ ഇവിടെ നിയമം എന്ത് വലിയ ആരാണോ പ്രതിസ്ഥാനത്ത് വരുന്നത് അദ്ദേഹത്തെ അവരെ വിമർശിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്നുള്ളതാണ്. അവസാനമായി ശ്രീ കരമന അജിത്ത്, താങ്കൾക്ക് എന്തോ മറുപടി പറയാനുണ്ടെന്ന് തോന്നുന്നു, അതുകൂടി പറഞ്ഞാൽ പൂർത്തിയാക്കാം ചർച്ച. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാനാണ്, സി പി എമ്മിൻ്റെ പ്രതിനിധിയാണ്, നമ്മളിവിടെ വന്നിരുന്നോ കവാലപ്രസംഗം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചതിനൊന്നും ഉത്തരം അദ്ദേഹം നൽകിയില്ല. വീണ്ടും അദ്ദേഹം ഡൽഹിയിലും ഛത്തീസ്ഗഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നിൽക്കുകയാണ്. ഇപ്പോൾ വയനാടിൽ എന്തിനോ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളിവിടെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ഇപ്പം ആങ്കർ പറഞ്ഞതുപോലെ എന്താണ് ചർച്ച ചെയ്തത്? ഇവിടുത്തെ ഒരു വിഷയം, ഒരു പ്രാദേശികമായ ഒരു വിഷയം തന്നെയാണെന്നെങ്കിലും അതിപ്പോൾ കേരള സംസ്ഥാനം മുഴുവൻ കത്തി നിൽക്കുന്ന ഒരു വിഷയം. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെ ഒഴിഞ്ഞു മാറുന്നു. അതിന് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മറ്റൊരു കാര്യം, നമ്മുടെ ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ തമ്പാനൂരിൽ, ഞാൻ ഇന്നത്തെ അനുഭവമാണ്, ഒരു 5 ഓട്ടോക്കാർ ഒരു സവാരി കിട്ടാൻ വേണ്ടി ഒരു സ്ഥലത്തിട്ട സമയത്ത് ആ 5 ആട്ടോക്കാരന്മാർ 2 പേരെ മൃഗീയമായി മർദ്ദിച്ചുകൊണ്ട് ആ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയ ഒരു ദൃശ്യം ഇന്ന് ഞാൻ കണ്ടതാണ്. നോക്കണേ, അവർ പറയുന്നത് വണ്ടികൾക്ക് ഗതാഗത തടസ്സമുണ്ടാകുന്നു, അതുകൊണ്ട് നിങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്താൽ. പാവം രാത്രി വീട്ടിൽ കുട്ടികൾക്ക് ആഹാരം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആട്ടോ ഡ്രൈവറെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. പക്ഷേ അത്തരം ഒരു തട്ടുകട വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗം വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും റോഡ് സൈഡിൽ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ പോലീസ് വന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. വലിച്ചഴിച്ചുകൊണ്ട് പോകുക, മർദ്ദിക്കുക, അവൻ്റെ ഉപജീവനത്തിനുള്ള സാധനങ്ങളെ ബൂട്ട് കൊണ്ട് ചവിട്ടി നിമയ്ക്കുക, എല്ലാം ചെയ്യുന്ന പോലീസ് ആ പോലീസ് സ്റ്റേഷന്റെ പാവങ്ങൾക്കൊരു നീതി, പാർട്ടിക്ക് മറ്റൊരു നീതി എന്നുള്ളതാണ്. എന്തായാലും കോടതിയൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇനി സംസ്ഥാന നേതാക്കൾ കൂടി പ്രതിസ്ഥാനത്തേക്ക് വരുമോ എന്ന് കോടതി നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും തീരുമാനിക്കുക. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും, ശ്രീ അസഫ് അലി, ശ്രീ റിജു ലൂക്കോസ്, ശ്രീ കരമന അജിത്ത്, 3 പേർക്കും വളരെയധികം നന്ദി.